വാസുദേവൻ രാവിലെ ഓഫീസിൽ പോകാൻ തയ്യാറാവുകയായിരുന്നു. അയാൾ ബാഗുമെടുത്ത് മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി. ദേവയാനി താഴെ എവിടെയോ പോകാൻ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവരെ നോക്കി വാസുദേവൻ ചോദിച്ചു, "നീ എങ്ങോട്ടാ ദേവേ?" "നമ്മുടെ ക്ലബിലെ വസുമതി വിളിച്ചു, അവരുടെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ." ദേവയാനിയുടെ മറുപടി കേട്ട് വാസുദേവൻ അമർഷത്തോടെ പറഞ്ഞു, "നിതമോൾ ആശുപത്രിയിലാണ്. ഞാൻ വിളിച്ചായിരുന്നു, അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു." അവർ പറഞ്ഞിട്ട് കാറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു. കുട്ടികൾക്ക് എന്തിനിങ്ങനെ ഒരമ്മ എന്ന് ചിന്തിച്ചുകൊണ്ട് വാസുദേവനും പോകാനായി ഇറങ്ങി. "ദേവു, ഇതെങ്ങോട്ടാ നമ്മൾ പോന്നത്? കുറെ നേരമായല്ലോ നടപ്പ് തുടങ്ങിയിട്ട്." നിരഞ്ജൻ തനിക്കൊപ്പം നടന്ന ദേവുവിനോട് ചോദിച്ചു. ദേവു ഒന്നും പറയാതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. രാവിലെ കാപ്പിയും കുടിച്ചിറങ്ങിയതാണ്. ഗോവിന്ദപുരം മുഴുവൻ നിരഞ്ജന് ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കലാണ് ദേവുവിന്റെ കർത്തവ്യം. ഇപ്പോൾ ഇവർ നടന്നു തുടങ്ങിയിട്ട് കുറേ നേരമായി. നടന്ന് നടന്ന് തളർന്നപ്പോൾ നിരഞ്ജൻ നിന്നു. അവൾ അവനെ ചോദ്യരൂപേണ നോക്കി. "വയ്യ, എനിക്കിനി നടക്കാൻ വയ്യ," അവൻ പരിഭവം പോലെ പറഞ്ഞു. "ദാ കുറച്ചുകൂടിയേ ഉള്ളൂ, വായോ," അവൾ പതിയെ പറഞ്ഞു. നിരഞ്ജൻ അവൾക്കൊപ്പം നടന്നു. ഒരു ചെറിയ കുന്നാണ്. കുന്നിൻ മുകളിലേക്ക് കയറി നിന്ന് അവൻ ചുറ്റും നോക്കി. വാവ്! അറിയാതെ അവന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. ഒരു വശത്ത് നീല നിറത്തിൽ ഒഴുകിയിറങ്ങുന്ന അരുവിയാണ്. അതിനപ്പുറത്ത് വയലാണ്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം. അതിലെ നെൽമണി സ്വർണ്ണ നിറത്തിലാണ്. പിന്നെ ചെറിയൊരു കുളം. അതിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഒരു ഭാഗത്തേക്ക് നോക്കിയ വീടുകളാണ്. ചെറുതും വലുതുമായ ഒത്തിരി വീടുകൾ. പിന്നെ വലിയ ഗ്രൗണ്ട്. അതിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നു. "ദാ ഇതാണ് എന്റെ ഗ്രാമം, ഗോവിന്ദപുരം," ദേവു പറഞ്ഞു. "എടോ, താൻ എന്തിനാ ഇത്രയും നല്ല നാടിനെയും വീടിനെയും വിട്ട് അന്യനാട്ടിൽ വന്ന് നിൽക്കുന്നത്?" നിരഞ്ജൻ കണ്ണെടുക്കാതെ ആ ഗ്രാമത്തിന്റെ ഭംഗി നോക്കി നിന്നുകൊണ്ട് ചോദിച്ചു. "മാഷേ, എനിക്ക് പണ്ട് മുതൽക്കേ പുറത്തുപോയി താമസിക്കാൻ വല്ല ഇഷ്ടാ." കുറച്ചു നേരം കൂടി അവർ അവിടെ നിന്നു. അവർക്കിടയിൽ മൗനമായിരുന്നുവെങ്കിലും ആ മൗനത്തിലും അവർ വാചാലയായി. കുളപ്പടവിലെ തണുത്ത പടിയിൽ കിടക്കുകയായിരുന്നു നിരഞ്ജൻ. കൈ രണ്ടും പിണച്ച് തലയുടെ പിറകിൽ വെച്ചിട്ടുണ്ട്. കറുത്ത കൈലിയും കറുത്ത ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. "ഡാ, നേരം കുറെ ആയല്ലോ നീ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്?" അവന്റെ അടുത്തിരുന്ന് അച്ചു ക്ഷമ നശിച്ചു ചോദിച്ചു. "അച്ചുവേട്ടാ, എന്താ ഇവിടെ ഇരിക്കുന്നേ?" ശ്രീ വാതിലിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു. "ഒന്നുമില്ല ദേവാ." നിരഞ്ജൻ തല പൊക്കി നോക്കി. "ഡാ, നീ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് ശ്രീദേവ്, ദേവുവിന്റെ ട്വിൻ ബ്രദറാണ്." നിരഞ്ജൻ ചിരിച്ചു. ദേവനും. "കഴിക്കാൻ വായോ, അമ്മ വിളിക്കുന്നുണ്ട്," ദേവൻ പറഞ്ഞിട്ട് പോയി. നിരഞ്ജനും അച്ചുവും പിറകെയും. രാത്രിയായി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. നിരഞ്ജന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൻ പതിയെ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. മുകൾ നിലയിലെ കൈവരയിൽ പിടിച്ച് അവൻ നിലാവ് നോക്കി നിന്നു. "എന്താ മാഷേ, ഉറക്കമൊന്നുമില്ലേ?" പിറകിൽ ദേവുവിന്റെ ശബ്ദം കേട്ട് നിരഞ്ജൻ തിരിഞ്ഞു നോക്കി. "എന്താടോ, തനിക്കും ഉറക്കമൊന്നുമില്ലേ?" "എന്തോ എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വെറുതെ പുറത്തിറങ്ങിയതാ. അപ്പൊ മാഷിതാ ഇവിടെ നിൽക്കുന്നു." നിരഞ്ജന്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി. "എനിക്കെന്തോ ഉറക്കം വന്നില്ല," നിരഞ്ജനും പറഞ്ഞു. "എങ്കിൽ വാ, നമുക്ക് പുറത്തേക്ക് പോകാം." "എങ്ങോട്ട്?" അവൾ പറഞ്ഞത് കേട്ട് നിരഞ്ജൻ അന്തം വിട്ടുപോയി. "ഇപ്പൊ തന്നെ 12 മണിയായി. ഇയാൾക്കെന്താ പേടിയുണ്ടോ?" നിരഞ്ജൻ ഇല്ലെന്ന് പറഞ്ഞു. "ആണോ? എങ്കിൽ വായോ." ശിഖന്യ അതും പറഞ്ഞ് ടെറസിലേക്ക് പോയി. നിരഞ്ജനും. അവൾ അവിടെ നിന്ന് ഒരു വശത്തെ ചെറിയ പടിയിലൂടെ താഴേക്കിറങ്ങി. നിരഞ്ജനും ഇറങ്ങി. "ഇതെങ്ങോട്ടാ ദേവു?" മിണ്ടല്ലേ," നിരഞ്ജൻ ഉറക്ക ചോദിച്ചപ്പോ ചൂണ്ടുവിരൽ ചുണ്ടിന് കുറുകെ പിടിച്ചു പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി മതിൽ കടന്ന് പുറത്തിറങ്ങി. നല്ല നിലാവുള്ള നാട്ടുവഴിയായിരുന്നു. നിലാവിൽ കുളിച്ചു കിടക്കുന്ന ആ വരമ്പിലൂടെ അവർ നടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. നിരഞ്ജൻ ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി.
നിലാവിൽ അവളുടെ മുഖം ശോഭിച്ചു. ആ വെള്ളക്കൽ മൂക്കുത്തി തിളങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ കണ്ണു ചുരുങ്ങി. ഒരു ധാവണിയായിരുന്നു അവളുടെ വേഷം. മുടി മെടഞ്ഞിട്ടിരുന്നു. മുഖത്ത് ചായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ മാഷെ നോക്കുന്നേ? ദേവു അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. എന്താടോ, തനിക്ക് മതിലുചാട്ടമൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണെന്ന് തോന്നല്ലോ. അവൾ ചിരിച്ചു. എനിക്കിങ്ങനെ ഉറക്കം വരാണ്ട് കിടക്കുമ്പോൾ ശ്രീയെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വരുന്ന സ്വഭാവമുണ്ട്. അവനാ എൻ്റെ ക്രൈം പാർട്ട്ണർ. നിരഞ്ജനും ചിരിച്ചു, ദേവുവും ചിരിച്ചു. കുറെ നേരം അവർ പരസ്പരം ഒന്നും മിണ്ടാതെ നടന്നു. എന്തൊക്കെയോ ചോദിക്കണം, പറയണം എന്നവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. സമയം വളരെയേറെ കടന്നു പോയപ്പോൾ ദേവു പറഞ്ഞു, നമുക്ക് പോകാം മാഷേ, എനിക്ക് ഉറക്കം വരുന്നു. അവർ തിരിച്ചു നടന്നു. തറവാടിനകത്ത് കയറി. നിരഞ്ജൻ മുറിയിലേക്ക് പോയി. ദേവു മുറിക്കകത്തേക്ക് കയറിയപ്പോൾ ബെഡിൽ ശ്രീ ഇരിപ്പുണ്ടായിരുന്നു. എന്താടാ, നീ ഉറങ്ങിയില്ലേ? അവൾ ബെഡിലേക്ക് വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, നീ എവിടെ പോയതാ? അവൻ മുഖം വീർപ്പിച്ച് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാനൊന്ന് വരമ്പത്ത് പോയതാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, ദേവു പറഞ്ഞു. നിനക്കെന്നെ വിളിക്കാറുന്നില്ലേ ദേവൂട്ടി? അവൻ പരിഭവത്തോടെ ചോദിച്ചു. ഓ സോറിടാ, നിരഞ്ജൻ ഉറങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ പോയതാ. ഞാൻ നിന്നെ വിളിക്കാൻ തന്നെ ഇറങ്ങിയത്. അവനൊന്നും പറയാതെ അവിടെ നിന്നിറങ്ങി. ശ്രീ ഡാ, അവൾ പിറകെ വിളിച്ചെങ്കിലും അവൻ നിന്നില്ല. എന്നാ പിന്നെ പോട്ടു പുല്ല് എന്ന് പറഞ്ഞ് ദേവു കിടന്നു. പക്ഷേ എന്തോ ഉറക്കം വന്നില്ല. പിന്നെന്തും വരട്ടെ എന്ന് കരുതി പുതപ്പെടുത്ത് തലവഴി മൂടി മുറിയിൽ നിന്നിറങ്ങി. ഇതേ സമയമാണ് അജു വെള്ളം കുടിക്കാൻ പുറത്തേക്കിറങ്ങിയത്. പാതി ഉറക്കത്തിലായിരുന്ന അർജുൻ ആ രൂപം കണ്ട് അലറി വിളിച്ചു. അമ്മച്ചി, പ്രേതം! ആരെ കണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, പുതപ്പും എറിഞ്ഞു കളഞ്ഞ് ദേവു കൂടെ അലറി. അയ്യോ പ്രേതം! എല്ലായിടത്തും വെട്ടം വീണു. എല്ലാവരും ഇറങ്ങി വന്നു. നിലത്ത് കിടക്കുന്ന യൂണിക്കോണിന്റെ ബെഡ്ഷീറ്റും ദേവുവിനെ നോക്കി അജു നോക്കി പീഡിപ്പിച്ചു. ദേവു നന്നായിട്ടങ്ങ് ഇളിച്ചു. എന്താ പിള്ളേരെ ഇവിടെ ഒരു ബഹളം? ദേവകിയമ്മ പ്രസന്റ്. അത് ഞാൻ ശ്രീയുടെ മുറിയിലോട്ട് പോകാൻ ഇറങ്ങിയതാ. അജുവേട്ടൻ എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചു. ഞാൻ പേടിക്കണ്ടെന്ന് പറയുമായിരുന്നു. ദേവു എല്ലാരെയും നോക്കി നന്നായിട്ട് ഇളിച്ചിട്ടോടി ശ്രീയുടെ മുറിയിൽ കയറി. അവൻ അവളെയും കണ്ട് ഉറങ്ങിയില്ലെങ്കിലും ഉറക്കം നടിച്ചു കിടന്നു. ദേവു ചുണ്ടു കൂർപ്പിച്ചു വെച്ച് കരയാൻ തുടങ്ങി. എനിച്ചാരും ഇല്ലല്ലോ ഭഗവാനേ, എനിച്ചു കൂട്ടിന് ആരും ഇല്ലല്ലോ. അത് കേട്ട് ശ്രീ പറഞ്ഞു. ദേവു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട് വന്ന് കിടന്നേ. അവൾക്ക് അത്രയും മതിയായിരുന്നു. ഓടി വന്ന് അവന്റെ മുതുകത്ത് കയറി കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് ഉത്സവം. രാവിലെ തന്നെ പൊങ്കാലയിടാൻ അമ്മമാരെല്ലാം പോയി. ദേവുവും ആര്യയും അരുണിമയും രേഷ്മയും രേണുവും ഒക്കെ ഒരുങ്ങിയിറങ്ങി. നിരഞ്ജനും അച്ചുവും ഒരുമിച്ചാണ് കാവിലേക്ക് പോയത്. പെൺപടകളെല്ലാം നേരത്തെ പോയിരുന്നു. നിരഞ്ജൻ കാവിലെത്തിയപ്പോൾ മുതൽ ദേവുവിനെ നോക്കാൻ തുടങ്ങിയതാണ്. അവനെന്തോ അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. മഞ്ഞ പാവാടയും പിങ്ക് ഷോളുമായിരുന്നു അവളുടെ വേഷം. കഴുത്തിലും കയ്യിലും കാതിലുമൊക്കെ മുത്തശ്ശി ഇട്ടുകൊടുത്ത ആഭരണങ്ങൾ. ആ മുഖത്ത് തന്നെ ഒരൈശ്വര്യമുണ്ട്. ഇതിൽ ഉടുപ്പ് പറഞ്ഞില്ലല്ലേ? ഒരു പിങ്ക് ഉടുപ്പ് കൊടുക്കല്ലേ? സോറി, ഞാനും ശ്രദ്ധിച്ചില്ല. നിരഞ്ജന്റെ കണ്ണെടുക്കാതെയുള്ള നോട്ടം ദേവു കണ്ടില്ലെങ്കിലും അച്ചു ശ്രദ്ധിച്ചിരുന്നു. അല്ലേലും ചെറുക്കന്മാർക്ക് ബ്ലാക്ക് ഷർട്ട് ഒരെടുപ്പാണല്ലോ. ഉത്സവമായിട്ട് തിരക്കായതുകൊണ്ടാവും ദേവു നിരഞ്ജനോട് അധികം മിണ്ടാൻ വന്നില്ല. പക്ഷെ അത് നിരഞ്ജന് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി എല്ലാവരും തറവാട്ടിലേക്ക് പോയി. ഊണ് കഴിക്കാൻ നേരം നിരഞ്ജന്റെ അടുത്താണ് ദേവു ഇരുന്നത്. ഇല ഒഴിഞ്ഞു കിടക്കുന്നതിരുന്നതാണ്. പക്ഷെ ശ്രീ അത് കണ്ട് ദേഷ്യത്തോടെ ഇരുന്നു. ദേവകിയമ്മ ചോറ് വിളമ്പി. ശ്രീയെ ഈ സമയമൊന്നും ദേവു ശ്രദ്ധിച്ചില്ല. അവൾ ആസ്വദിച്ച് സദ്യ കഴിക്കുന്ന തിരക്കിലായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ആണുങ്ങളെല്ലാവരും രാത്രിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഉത്സവപ്പറമ്പിലേക്ക് പോയി.
ദേവുവും പിള്ളേരും ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങി എഴുന്നേറ്റിട്ട് വരാമെന്നും പറഞ്ഞും പോയി. ആശുപത്രി ബെഡിൽ കിടക്കുകയായിരുന്നു നിതാര. കൂട്ടിന് നഴ്സുണ്ട്. അച്ഛനോ അമ്മയോ ഏട്ടനോ കൂടെയില്ലാതെ ഒരു അനാഥയെ പോലെ അവിടെ കിടക്കുന്നത് അവൾക്ക് വളരെ സങ്കടകരമായി തോന്നി. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കി. ദേവു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ട് അവൾ അതിർത്ത് നോക്കി. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ദേവുവും അമ്മയും കൂടെ എടുത്ത ഫോട്ടോയാണ്. അത് മൈൻഡ് ചെയ്യാതെ നിതാര ഇൻസ്റ്റാഗ്രാം എടുത്തു. ആദ്യം തന്നെ കണ്ടത് ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ്. നമുക്കെന്ത് കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സുഹൃത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ധൈര്യത്തോടെ നേരിടാനാകും. എ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എ ഗോൾഡ് കോയിൻ. നിത കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു. കാരണം ലൈഫിലെ പ്രോബ്ലംസ് ഒന്ന് ഷെയർ ചെയ്യാൻ പോലും അവൾക്കാരുമില്ല. പെട്ടെന്നെന്തോ അവൾക്ക് ശിഖന്യെ ഓർമ്മ വന്നു. മനസ്സിൽ എന്തോ ഒരു തണുപ്പ് ഫീൽ ചെയ്തതുകൊണ്ട് അവൾ ഫോൺ എടുത്ത് വാട്സപ്പിൽ ശിഖന്യയ്ക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. എവിടാ, നാട്ടിലാണോ? പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ അവൾക്ക് തോന്നി. ഡിലീറ്റ് ചെയ്യാനായി ഫോൺ എടുത്തതും പക്ഷെ ശിഖന്യ അത് കണ്ടിരുന്നു. യാ മാം. ശിഖന്യ തിരിച്ചും മെസ്സേജ് അയച്ചു. വൈകുന്നേരം തിരക്കുകൾ കഴിഞ്ഞപ്പോൾ ആൽമരത്തിന് ചുവട്ടിലുള്ള തിട്ടയിലിരിക്കുകയായിരുന്നു നിരഞ്ജനും അച്ചുവും. ഡാ, നിനക്കെന്നോട് എന്തേലും പറയാനുണ്ടോ? അച്ചു ചോദിച്ചത് കേട്ട് നിരഞ്ജൻ പറഞ്ഞു. ഇല്ലടാ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? നിരഞ്ജൻ ഫോണിൽ നോക്കി മറുപടി പറഞ്ഞു. നീ എന്തോ പറയണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അച്ചു ചോദിക്കുന്നത് കേട്ട് ഒഴിഞ്ഞു മാറാനായി നിരഞ്ജൻ പറഞ്ഞു. എന്തോടാ, ഞാനിപ്പോ മറന്നുപോയി. ആണോ? എന്നാ ഞാൻ ചോദിക്കട്ടെ. നീ പറയാൻ വന്നത് ദേവുവിന്റെ കാര്യമല്ലേ? അച്ചുവിന്റെ ചോദ്യം കേട്ട് അവൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നോക്കി. നിന്റെ ഒടുക്കത്തെ നോട്ടവും ചിരിയും കണ്ടാലേ അറിയാലോ, നിരഞ്ജൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയില്ലടാ. ഒരുപക്ഷെ ലവായിരിക്കാം. ബട്ട് എന്തുകൊണ്ടാ? അവളോടെന്നെനിക്കറിയില്ല. എപ്പോഴും ദേവു എൻ്റെ കൂടെ വേണം എന്നൊരു തോന്നൽ. ഐ തിങ്ക് ഐ ആം ഫാൾ ഇൻ ലവ് വിത്ത് ഹെർ. അച്ചു ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്ത് വാടേ ഒരുമാതിരി പൈങ്കിളി. പോടാ. ശരി, അതൊക്കെ നീ സൗകര്യം പോലെ അവളോട് പറഞ്ഞാൽ മതി. പക്ഷെ അതിനു മുൻപ് ഒരു പ്രോബ്ലം നീ സോൾവ് ചെയ്യണം. ദേവനാകെ കലിപ്പില. നീ ശ്രദ്ധിച്ചോ? അവനെന്തോ ദേവു നിന്റെ കൂടെ ഉള്ളത് തീരെ പിടിക്കണില്ല. അച്ചു നിരഞ്ജന്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. നമ്മക്ക് പിടിച്ചിടിച്ചാലോ? നിരഞ്ജൻ കൈയൊക്കെ മടക്കി. ഐ ശരി, നീ എന്തറിഞ്ഞിട്ടാ അവളെ പ്രേമിക്കാൻ പോയത്? ആ പെണ്ണ് കളരിയാടാ. മുത്തശ്ശൻ സകല അടവുകളും അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, ഐ സീ. ഉത്സവം പൊടിപൂരമായി അരങ്ങേറി. ആനയും താലപ്പൊലിയും ചെണ്ടകൊട്ടും നൃത്തവും ഒക്കെയായിട്ട്. താലപ്പൊലി എടുക്കുന്ന കൂട്ടത്തിൽ ദേവുവും ഉണ്ടായിരുന്നു. ദേവു വൈകുന്നേരം ഉടുത്തത് നേവി ബ്ലൂ പിങ്ക് കോംബോ ഉള്ള ധാവണിയായിരുന്നു. നിരഞ്ജൻ ഇപ്പോഴും പതിവ് വായ്നോട്ടത്തിൽ തന്നെ. രാത്രി 12 കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആ ക്ഷീണത്തിൽ എല്ലാവരും കിടന്നുറങ്ങി. നേരം പുലർന്നു. ഇന്നാണ് നിരഞ്ജന്റെയും ദേവുവിന്റെയും ശ്രീയുടെയും മടക്കം. രാവിലെ നിരഞ്ജൻ പോകും, വൈകുന്നേരം ദേവുവും ദേവനും. എന്നാ പിന്നെ ഒരുമിച്ച് പോയിക്കൂടെ എന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷെ നിരഞ്ജനൊപ്പം പോകാൻ ഇഷ്ടമല്ല എന്നൊറ്റ കാരണം കൊണ്ട് ദേവൻ അതിനെ പ്രതികൂലിച്ചു. അവർ വൈകിട്ട് ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് നിരഞ്ജൻ ഇറങ്ങി. മായാദേവി അവന്റെ നെറുകയിൽ തലോടി. അടുത്ത വട്ടം ഓണത്തിനിങ്ങ് വരണം കേട്ടോ, നന്നായി വരും. നിരഞ്ജൻ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അവർ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ദേവകി ഉൾപ്പെടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിരഞ്ജൻ ഇറങ്ങി. ദേവുവിനെ നോക്കി 2 കണ്ണും ചിമ്മി ചിരിച്ചു. അവളും പുഞ്ചിരിച്ചു. അവൻ തൻ്റെ ഫോർച്യൂണറിൽ കയറി നിരഞ്ജൻ പോയി. മുറിയിൽ പാക്കിങ്ങിലായിരുന്നു ശ്രീയും ദേവുവും. ദേവകി അടുത്തിരുന്ന് കുപ്പിയിലടച്ച അച്ചാറും പലഹാരവും ഒക്കെ ബാഗിലേക്ക് അടുക്കി വെച്ചു. ദേവു, മറ്റന്നാൾ നിങ്ങളുടെ പിറന്നാളല്ലേ, അത് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ ഇല്ലമ്മ, നാളെ തന്നെ തിരിച്ചു കയറണം. ദേവു ബാഗ് അടച്ചു വെച്ച് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിരുന്നു. അവൾ കുളിച്ച് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
ഇട്ടിരുന്ന പിങ്ക് ടോപ്പിന് മുകളിലൂടെ അഴിച്ചിട്ടിരുന്ന മുടിയിലെ വെള്ളം വീണു. മുടി ചീകിയിട്ടിട്ട് നെറ്റിയിലേക്ക് ഒരു കുഞ്ഞു പൊട്ടും വെച്ച് ദേവു ശ്രീയോട് പറഞ്ഞു, ഡാ വന്നേ, നമുക്കൊന്ന് കുളപ്പടവിൽ പോയിട്ട് വരാം. ശ്രീ എന്താണ് കാര്യമെന്നൊന്നും ചോദിച്ചില്ല. അവൾക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവനെയും വിളിച്ച് അങ്ങോട്ട് പോകാറുള്ളതാണ്. ദേവുവും ശ്രീയും എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ഏറ്റവും താഴത്തെ പടവിൽ വെള്ളത്തിലേക്ക് കാലും നീട്ടിവെച്ച് അവർ ഇരുന്നു. ശ്രീയുടെ തോളിലേക്ക് തലവെച്ച് ദേവു ചോദിച്ചു, എന്താടാ, നീ എന്താ ഒരു മൂഡ് ഓഫ് പോലെ? അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ലടി, ഞാൻ ഓക്കെയാണ്, നമുക്കിന്ന് തന്നെ പോകാം, ശ്രീ പെട്ടെന്ന് പറഞ്ഞു. അല്ല, നിനക്കെന്താ നിരഞ്ജൻ സാറുമായിട്ട് പ്രശ്നം? ദേവു ചോദിച്ചത് കേട്ട് ശ്രീ ഒന്നും മിണ്ടിയില്ല. ഹ, പറയടാ, നിന്നോട് പുള്ളി എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല. പിന്നെ നീ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോണ പോലെ തോന്നി, അതാ ഞാൻ. ശ്രീ പറഞ്ഞു മുഴുവിപ്പിച്ചില്ല. ഡാ, നിരഞ്ജൻ എൻ്റെ കമ്പനിയിലെ MD ആണ്, പിന്നെ അച്ചുവേട്ടൻ്റെ ഫ്രണ്ടും. എനിക്കത്രയുള്ളൂ. പിന്നെ നല്ലൊരു ഫ്രണ്ടാണെന്ന് തോന്നി, അതിനാണോ നീ ഇങ്ങനെയൊക്കെ? ശ്രീ അവളെ ചേർത്ത് പിടിച്ചു. ദേവും ശ്രീയും ഹൈദരാബാദിലെത്തി. രാത്രിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്ന് അവർ ഫുഡ് കഴിച്ചിരുന്നു. നേരെ ഫ്ലാറ്റിൽ വന്ന് കിടന്ന് അവരൊരു ഉറക്കം പാസാക്കി. രാവിലെ ആദ്യം ഉണർന്നത് ദേവുവാണ്. അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് 1 മണിക്കൂർ യോഗയും ചെയ്തിട്ട് ശ്രീയെ വിളിച്ചുണർത്തി. കയ്യിൽ കാപ്പിയും കൊടുത്തിട്ട് ദേവു കുളിക്കാൻ പോയി. പ്രത്യേകിച്ചൊരു ഉപയോഗവും ഇല്ലെങ്കിലും അവനെ വിളിച്ചുണർത്തിയതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശം തന്നെയുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അടുക്കളയും കുക്കിങ്ങും ഒക്കെ ദേവന് വലിയ ഇഷ്ടമാണ്. പക്ഷെ ദേവുവിന് അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല. ദേവു കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ചൂടുള്ള അപ്പവും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കിയിരുന്നു. അതും കഴിച്ച് ദേവു റെഡിയായി കമ്പനിയിലേക്ക് പോയി. ശ്രീ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് മൂവിയൊക്കെ കണ്ടങ്ങിയിരുന്നു. ദേവു ഓഫീസിലെത്തുമ്പോൾ നിരഞ്ജനും നിതാരയും വന്നിരുന്നില്ല. അതുകൊണ്ട് അവൾ നേരെ കാവ്യയുടെ അടുത്ത് വന്നിരുന്നു. നീ വന്നോ? നാട്ടിലെങ്ങനെയുണ്ടായിരുന്നു? കാവ്യ കയ്യിലിരുന്ന ഫയൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉത്സവമൊക്കെ കഴിഞ്ഞു. പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ഞെട്ടും, ദേവു അവളോട് പറഞ്ഞു. എന്താടി അത്ര വലിയ ഞെട്ടൽ? തറവാട്ടിൽ ഗസ്റ്റായിട്ട് അച്ചുവേട്ടൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. ആരാണെന്നറിയോ? ആരാ? നിന്റെ പറച്ചിൽ കേട്ടാ ഇവിടുത്തെ MD ആ കാലമാടനാണെന്ന് തോന്നുമല്ലോ. കാവ്യ പറഞ്ഞത് കേട്ട് അവൾ അമർത്തി ചിരിച്ചു. അതെ, സാറ് തന്നെയാ വന്നത്. എന്ത്? കാവ്യ അന്തം വിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി? സാർ പാവമാണ്, നല്ല ഫ്രണ്ട്ലിയുമാണ്. ഓ പിന്നെ പാവമല്ല, പാവാട. ഇത്തവണയൊന്നും ലീവ് പോലും തന്നില്ല. എല്ലാ തവണയും നമ്മൾ ഒരുമിച്ചല്ലേ നാട്ടിൽ പോകുന്നേ. സകല ഫയലും വർക്കും തന്നിട്ട് അങ്ങേരെ കറങ്ങാൻ പോയി, കാലമാടൻ. കാവ്യ പറഞ്ഞിട്ട് മുഖമുയർത്തിയതും അതാ എൻട്രൻസ് കഴിഞ്ഞ് നിരഞ്ജനും നിതാരയും വരുന്നു. അയ്യോ, ദേവ് വരുന്നടി. ദേവു വേഗം എഴുന്നേറ്റ് നിതാരയുടെ ക്യാബിനിൽ പോയിരുന്നു. നിരഞ്ജൻ അവളെ കണ്ടില്ല. നിതാര ക്യാബിനിലേക്ക് വന്നപ്പോൾ ദേവു പതിയെ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് മാം. നിതാര ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവളുടെ നെറ്റിയിൽ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. നിതാര വന്ന് ചെയറിലേക്കിരുന്നു. ദേവുവും ഇരുന്നു. നിതാര കൈകൊണ്ട് നെറ്റി പതിയെ ഒഴിഞ്ഞു. ഫയലെല്ലാം ഫില്ല് ചെയ്തതുകൊണ്ട് ദേവുവിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. സമയം കടന്നുപോയി. ഏകദേശം 1 മണിക്കൂർ നേരം. നിതാര അവളോടൊന്നും മിണ്ടിയില്ല. അവളുടെ ഇരിപ്പ് കണ്ട് ദേവു പതിയെ ചോദിച്ചു, എന്താ മാം, എന്തെങ്കിലും സുഖമില്ലായ്മയുണ്ടോ? സാറിനോട് പറയണോ? ഏയ് വേണ്ട ശിഖന്യ, ചെറിയൊരു തലവേദന. തൻ്റെ കയ്യിൽ ബാം എന്തേലും ഉണ്ടോ? നിതാര ചോദിച്ചു. വളരെ പതുക്കെയാണ് അവൾ ചോദിച്ചത്. ദേവു ബാഗ് തുറന്ന് ബാം എടുത്തു കൊടുത്തു. എന്നാൽ അത് കയ്യിൽ വാങ്ങി ഒരുപാട് നേരം നോക്കിക്കൊണ്ട് നിന്നതല്ലാതെ നിതാര ഒന്നും ചെയ്തില്ല. അത് കണ്ട് ദേവു അത് വാങ്ങി തുറന്ന് കുറച്ച് കയ്യിലെടുത്തു. എന്നിട്ട് നിതാരയെ നോക്കി. നിതാര പതിയെ നെറ്റിയിൽ നിന്ന് കൈയെടുത്തു. ഒരിളം പുഞ്ചിരിയോടെ ദേവു നെറ്റിയിൽ പതിയെ ബാം പുരട്ടിക്കൊടുത്തു. മാം വേണമെങ്കിൽ റെസ്റ്റ് റൂമിൽ പോയി കുറച്ചു നേരം കിടന്നോളൂ. ദേവു പറഞ്ഞത് കേട്ട് നിതാര പറഞ്ഞു. വേണ്ടടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിതാര ആദ്യമായായിരുന്നു അവളോടത്രയും പതിയെയൊക്കെ സംസാരിച്ചത്. ദേവു പുഞ്ചിരിച്ചു.
നിത്താര പതിയെ ടേബിളിൽ തലവെച്ച് കിടന്നു. അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ശിഖന്യ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കാവ്യയുടെ ഒപ്പം ക്യാൻറ്റീനിലേക്കായിരുന്നു അവൾ പോയത്. ഡി, നീ കഴിക്കുന്നില്ലേ? ഇല്ലടി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അല്ല, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എന്ത് വിശേഷം? നിതാര മാമിന് ആക്സിഡന്റ് ആയതിന് പിന്നെ ഇന്നാ വരുന്നേ. കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചു എന്നാ കേട്ടത്. പിന്നെ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി. മാം ഡ്രഗ് അബ്യൂസ് ആണെന്ന് ഞാനും കേട്ടിരുന്നു. അത് വിട്, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡി. കാവ്യ അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു. താങ്ക്സ്. ദേവു പുഞ്ചിരിച്ചു. പിന്നെ അമ്മ രാവിലെ വിളിച്ചിരുന്നു, അവർക്ക് വേഗം കല്യാണം നടത്തണമെന്ന്. കാവ്യയുടെ കല്യാണം 1 വർഷം മുൻപേ തീരുമാനിച്ചതാണ്, കൊച്ചിയിലുള്ള ഒരു IT പ്രൊഫഷണൽ വിഷ്ണുവുമായിട്ട്. നീ എന്തു പറഞ്ഞു? എന്തേലും ചെയ്യാൻ പറഞ്ഞു. അച്ഛനും അമ്മയും തീരുമാനിക്കട്ടെ. ദേവു ഒരു ചിരിയോടെ. ദേവുവിനെയും ശ്രീയെയും ഒരു പന്തലിൽ വെച്ച് തന്നെ കൈപിടിച്ചേൽപ്പിക്കണമെന്നായിരുന്നു സിദ്ധുദേവന്റെ ആഗ്രഹം. അതുകൊണ്ട് 2 പേരും ചേർന്ന് 2 വർഷം കഴിഞ്ഞു മതി എന്ന തീരുമാനത്തിലാണിപ്പോ. വൈകുന്നേരമായി കാവ്യയും ദേവുവും ഓഫീസിൽ നിന്നിറങ്ങി. അധികം വർക്കില്ലാത്തതുകൊണ്ട് ദേവുവിന് നിരഞ്ജനെ കാണാനേ പറ്റിയില്ല. ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയി ശ്രീക്കുള്ള ഗിഫ്റ്റും വാങ്ങിയാണ് ദേവു ഫ്ലാറ്റിലേക്ക് പോയത്. മൂളിപ്പാട്ട് പാടി ഫ്ലാറ്റിലെത്തി അവൾ കാളിംഗ് ബെൽ അടിച്ചിട്ടും അവൻ വാതിൽ തുറന്നില്ല. ഷടാ, ഇവൻ ഇതെവിടെ പോയി? ദേവു ബാഗിൽ നിന്ന് കീ എടുത്ത് ഡോറ് തുറന്നു. 2 കീയിൽ, ഒന്ന് ദേവുവിന്റെ കയ്യിലും ഒന്ന് ശ്രീയുടെ കയ്യിലുമാണ്. ദേവു അകത്തേക്ക് കയറി. ഹാളിലെ ചെയർ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഈ ചെക്കന്റെ കാര്യം. അവൾ ചെയറൊക്കെ നേരെയിട്ട് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴേക്കും സമയം 6 കഴിഞ്ഞിരുന്നു. കാപ്പിയും ഇട്ട് കുടിച്ചുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോഴാണ് ശ്രീ ഇതുവരെയും വന്നില്ലല്ലോ എന്നവൾ ഓർത്തത്. ദേവു ഫോൺ എടുത്ത് ശ്രീയെ വിളിച്ചു. ഫോൺ റൂമിൽ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ എഴുന്നേറ്റ് ശ്രീയുടെ റൂമിലേക്ക് നിന്നു. അവിടെ ഡോറിന്റെ അടുത്ത് നിലത്ത് കിടക്കുകയായിരുന്നു ശ്രീയുടെ ഫോൺ. അത് കണ്ട് അവൾ സംശയത്തോടെ ഫോൺ എടുത്തു. ഫോണും എടുത്ത് നിലത്ത് നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ആ റൂമിലെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിച്ചത്. ഒരു കപ്പ് നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അതിലെ ജ്യൂസ് നിലത്ത് മുഴുവൻ ഒഴുകി കിടക്കുന്നു. മുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന പെർഫ്യൂം പിന്നെ ക്രീം ഒക്കെ നിലത്ത് വീണ് കിടന്നിരുന്നു. ആകെ കൂടി ഒരു പിടിവലി നടന്ന ലക്ഷണം. ദേവു ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എന്നിട്ട് പെട്ടെന്ന് കാവ്യയെ വിളിച്ചു. കാവ്യ പെട്ടെന്ന് തന്നെ കോളെടുത്തു. എന്താടി? ദേവു കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. ശ്രീയെ ഇവിടെയെങ്ങും കാണുന്നില്ലടി. നീ എന്താ ദേവു പറയുന്നേ? അവൻ എവിടെ പോയി? അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഇവിടെ ആകെ എല്ലാം നിലത്ത് വീണ് ആകെ പ്രശ്നമായി കിടക്കുക. എനിക്കറിയില്ല. ദേവു കരഞ്ഞു. നീ പേടിക്കാതെ, ഞാൻ ഇപ്പം തന്നെ വരാം അങ്ങോട്ട്. കാവ്യ കോൾ കട്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ദേവു കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. കാവ്യ വേഗം തന്നെ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. അവൾ കുറുപ്പമ്മാവനെയും വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. കാവ്യ ഫ്ലാറ്റിലെത്തുമ്പോൾ കുറുപ്പും അവിടെ എത്തിയിരുന്നു. ദേവുവിനെ അവർ സമാധാനിപ്പിച്ചു. മോളെ ദേവു, മോള് വന്നപ്പോൾ ശ്രീദേവി ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല അമ്മാവ, എനിക്കറിയില്ല അവൻ എവിടെ പോയെന്ന്. ഞാൻ വന്നപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ കിടക്കുക. ശരി പോട്ടെ, മോള് കരയണ്ട. നമുക്കവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം. ദേവു ഫോൺ എടുത്ത് വരുണിനെ വിളിച്ചു. 1, 2, 3 റിങ് കേട്ടപ്പോൾ അവൻ കോൾ എടുത്തു. എന്താ ദേവു? വരുൺ, ശ്രീ അങ്ങോട്ട് വന്നിരുന്നോ? ദേവു പെട്ടെന്ന് ചോദിച്ചു. ഇങ്ങോട്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ അടുത്ത ആഴ്ചയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്താടി? അവനെ ഇവിടെങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? നീ പേടിക്കാതെ, ഞാൻ അങ്ങോട്ട് വരാം. അവൻ എവിടെ പാനാ? വരുൺ പറഞ്ഞു. നന്ദനോ? നന്ദനെ ഒന്ന് വിളിച്ചു നോക്കുവോ? ദേവു പെട്ടെന്ന് ചോദിച്ചു. നന്ദൻ ഇവിടെ ഇല്ല, അവന്റെ ഡാഡിയുടെ കൂടെ സിംഗപ്പൂരാ. അവനെ വിളിച്ചൊന്ന് ഞാൻ തിരക്കാം. ഹാ, ഓക്കെ. ദേവു കോള് കട്ട് ചെയ്തിട്ട് പറഞ്ഞു. അവിടെ എങ്ങുമില്ല, അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല. മോള് പേടിക്കല്ലേ, ഞാൻ നിരഞ്ജനെയും അളിയനെയും വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. എന്നിട്ട് നമുക്ക് CCTV ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റിൽ നിരഞ്ജനും വാസുദേവനും വന്നു. നിരഞ്ജൻ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ പോയത് സെക്യൂരിറ്റി റൂമിലേക്കായിരുന്നു. അവൻ CCTV ഫുട്ടേജ് നോക്കി. അതിൽ 2-3 മാസ്ക് ഇട്ടവർ ചേർന്ന് ശ്രീയെ ബലം പിടിച്ച് വാനിൽ കയറ്റുന്നത് കണ്ടു. അത് കണ്ട് നിരഞ്ജൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു, താൻ ഇത് കണ്ടില്ലേ? ഇല്ല സർ, ഞാൻ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണെന്ന് തോന്നുന്നു. നിരഞ്ജൻ നെറ്റിയൊഴിഞ്ഞു. അവൻ നേരെ ദേവുവിന്റെ ഫ്ലാറ്റിലേക്ക് ചെന്നു. അവിടെ ദേവു കാവ്യയുടെ തോളിൽ തലവെച്ചിരിക്കുകയായിരുന്നു. ശിഖന്യ, താൻ വന്നപ്പോ ശ്രീദേവി ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? അവനെ നോക്കി ദേവു മൂളി. എടോ,
താൻ ടെൻസ്ഡ് ആവല്ലേ, ഇവിടുത്തെ SP എൻ്റെ ഫ്രണ്ടാ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ ഇപ്പം എത്തും. പിന്നെ ശ്രീദേവിന് ശത്രുക്കളൊന്നും ഇല്ലല്ലോ അല്ലേ? ദേവു ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും വരുണും അവന് പിറകെ SP റോഷനും വന്നു. റോഷനെ കണ്ട് വരുൺ നിന്ന് പരിങ്ങി അവനെ തറപ്പിച്ചു നോക്കി. ഡാ, നീ എന്താ ഇവിടെ? റോഷന്റെ ചോദ്യം കേട്ട് നിരഞ്ജൻ പറഞ്ഞു. റോഷൻ അറിയോ വരുണിനെ? പിന്നല്ലാതെ, ഇവനും പിന്നെ 2 എണ്ണം കൂടിയുണ്ട്. ഇവന്മാരുടെയൊക്കെ പേര് എത്ര പെറ്റി കേസ് ഉണ്ടെന്നാണ്. ഇവിടുത്തെ സ്ഥിരം ട്രാഫിക് പോലീസിന്റെ സ്ഥിരം കസ്റ്റമേഴ്സാ. ഹെൽമെറ്റ് ഇല്ലാതെ 2 വീലർ ഡ്രൈവ് ചെയ്യുക, ട്രിപ്പിൾസ്, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ലൈസൻസും ഇല്ല. അങ്ങനെ ഒരു ലോഡുണ്ട് ഇവന്മാരുടെ പേരിൽ. ബാക്കി 2 അവന്മാർ എന്തിയേടാ? വരുൺ മനോഹരമായി പുഞ്ചിരിച്ചു. ദേവനെ കാണുന്നില്ല. അവൻ പറഞ്ഞത് കേട്ട് ദേവു അവനെ കൂർപ്പിച്ചു നോക്കി. അത് ശരി, അതിനാണോ നിരഞ്ജൻ എന്നെ വിളിച്ചത്? സർ, 1 മിനിറ്റ് ഒന്ന് വരാവോ? വരുൺ നിരഞ്ജനോട് ചോദിച്ചു. നിരഞ്ജൻ റോഷനെ ഒന്ന് നോക്കിയിട്ട് വരുണിനൊപ്പം പുറത്തേക്ക് പോയി. ഫ്ളാറ്റിന് പുറത്തെ കോറിഡോറിൽ വെച്ച് വരുൺ പതിയെ നിരഞ്ജനോട് കാര്യം പറഞ്ഞു. അത് കേട്ട് റോഷൻ അവരുടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. വരുൺ പറഞ്ഞു തീർന്നതും റോഷൻ കൈ ഉയർത്തി അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു. നിരഞ്ജൻ വേഗം അവനെ പിടിച്ചു മാറ്റി. റോഷ, വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. റോഷൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. റോഷൻ പോയി. നിരഞ്ജൻ വരുണിനെ ഒന്ന് നോക്കിയിട്ട് അവനൊപ്പം അകത്തേക്ക് നടന്നു. ദേവു കരച്ചിൽ നിർത്തിയിരുന്നില്ല. അപ്പോഴാണ് ദേവുവിന്റെ ഫോൺ റിങ് ചെയ്തത്. നിരഞ്ജൻ അത് കയ്യിലെടുത്തു. അമ്മ കോളിംഗ്. ദേവു, ദാ അമ്മയാ, കോൾ എടുക്ക്. നിരഞ്ജൻ പറഞ്ഞു. പക്ഷെ ദേവു കരച്ചിൽ തുടർന്നു. ദേവു, അമ്മയോടൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട, അതുകൊണ്ട് കണ്ണു തുടച്ച് ഈ കോൾ എടുത്തേ. ദേവു കണ്ണു തുടച്ചു. എന്നിട്ട് ഫോൺ കയ്യിൽ വാങ്ങി. ഹലോ അമ്മ. ഒരൊറ്റ കരച്ചിലായിരുന്നു അവൾ. നിരഞ്ജൻ ദേഷ്യത്തോടെ ഫോൺ വാങ്ങിയിട്ട് പുറത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. എന്ത് പണിയാ ദേവു കാണിച്ചത്? പാവം അമ്മയെ കൂടി ടെൻഷൻ ആക്കണമായിരുന്നോ? അവളൊന്നും മിണ്ടിയില്ല. സമയം കടന്നുപോയി. രാത്രി 10 മണിയോടടുത്തു. ദേവു കരച്ചിൽ നിർത്തിയിട്ടില്ല. അപ്പോഴാണ് ദേവുവിന്റെ ഫോൺ പിന്നെയും റിങ് ചെയ്തത്. ദേവു അതെടുത്ത് നോക്കി. എന്നിട്ട് നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അൺനോൺ നമ്പറാണ്. ദേവു കോൾ എടുക്ക്. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അവൾ വിറയിലൂടെ കോൾ എടുത്തു. സ്പീക്കറിലിട്ടു. ഹലോ, മിസ് ശിഖന്യ വർമ്മ. ദേവു അന്തം വിട്ട് നോക്കി. ശിഖന്യ വർമ്മയോ? അപ്പുറത്ത് നിന്നും പറഞ്ഞു. സോറി, ശിഖന്യ സുദേവ് നായർ അല്ലേ? ദേവു ഭയത്തോടെ നോക്കി. നിങ്ങളുടെ ബ്രദർ ശ്രീദേവ് എൻ്റെ കസ്റ്റഡിയിലാണ്. അവനെ ജീവനോടെ വേണമെങ്കിൽ നിങ്ങൾ ഓൾഡ് ഹൈദരാബാദിലെത്തുക. അവിടെ എൻ്റെ ആളുകളുണ്ടാവും. കോൾ കട്ടായി. ദേവു വീണ്ടും കരയാൻ ആരംഭിച്ചു. ദേവു, താൻ കരഞ്ഞ ശ്രീദേവ് തിരിച്ചു വരുവോ? വാ, നമുക്ക് അയാൾ പറഞ്ഞിടത്തേക്ക് പോകാം. 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ദേവു ഇറങ്ങി. കാവ്യ, താൻ പൊയ്ക്കോ. അങ്കിളും അച്ഛനും വീട്ടിലേക്ക് പൊയ്ക്കോ. ദേവുവിൻ്റെ കൂടെ ഞാൻ പോകാം. പിന്നെ വരുണും വരണം. നിരഞ്ജൻ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. കാവ്യ ഒന്ന് നോക്കിയിട്ട് ദേവു അവനൊപ്പം പുറത്തേക്കിറങ്ങി. നിരഞ്ജൻ ചെന്ന് കാറിൽ കയറി. ദേവു അവനെ നോക്കിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറി. വരുൺ അവർക്ക് പിന്നാലെ ബൈക്കിലാണ് പോയത്. ദേവു ഒരു മഞ്ഞ നിറത്തിലെ ചുരിദാറായിരുന്നു. നിരഞ്ജൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. കണ്ണിൽ ആശങ്ക. 1.5 മണിക്കൂറിൽ കൂടുതലായി അവർ ഓൾഡ് ഹൈദരാബാദിലെത്തിയപ്പോൾ അയാൾ അയച്ചു തന്ന ലൊക്കേഷനിൽ നിരഞ്ജൻ പോയി. ഒടുവിൽ ചെന്ന് നിന്നത് ഒരു ഹിൽ ടോപ്പിലുള്ള ബംഗ്ലാവിലാണ്. കാർ നിർത്തി നിരഞ്ജൻ ഇറങ്ങി. കൂടെ ദേവുവും. ദേവു ആ നമ്പറിലേക്ക് വിളിച്ചു. അയാൾ കോൾ എടുത്തു. ഹലോ മിസ് ശിഖന്യ, ധൈര്യമായി ഹിൽ ടോപ്പിലേക്ക് കയറി വരൂ. നിങ്ങളുടെ ബ്രദർ അവിടെയുണ്ട്. നിരഞ്ജനെ ഒന്ന് നോക്കിയിട്ട് ദേവു ഹിൽ ടോപ്പിലേക്ക് കയറാൻ തുടങ്ങി. നിരഞ്ജനും വരുണും അവൾക്കൊപ്പം കയറി. അവർ 3 പേരും ഹിൽ ടോപ്പിൽ കയറി. ദേവു മുന്നിലെ ബംഗ്ലാവ് നോക്കി നിന്നു. നിരഞ്ജൻ പതിയെ കയ്യിലെ വാച്ചിൽ സമയം നോക്കി. 12 മണിയാകാൻ ഇനി 2 മിനിറ്റ്. ദേവു ഭയന്നിരിക്കുകയാണ്. നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. വരുൺ ചുറ്റും നോക്കുന്നുണ്ട്. സമയം കടന്നുപോയി. 12 മണിയായി. ഠേ! പടക്കം പൊട്ടുന്ന ഒച്ച കേട്ട് ഞെട്ടി ദേവു തിരിഞ്ഞു നോക്കി. ആ ഹിൽ ടോപ്പിൽ നിന്ന് ആകാശത്തേക്ക് അവർ ഉറ്റുനോക്കി. ഹാപ്പി ബർത്ത്ഡേ ദേവു. അത് കണ്ട് ദേവു പുഞ്ചിരിച്ചു. കണ്ണീരുണങ്ങി അവളുടെ കവിളിൽ
നുണക്കുഴി വിടർന്നു. ആകാശത്ത് നിറയെ പടക്കങ്ങളായിരുന്നു. ബലൂണിൽ കൊളുത്തിയിട്ട ദീപങ്ങളാണ് ബർത്ത്ഡേ വിഷ് രൂപത്തിലുള്ളത്. പൊടുന്നനെ അവിടെ മാകെ ലൈറ്റ് വന്നു, പല വർണ്ണത്തിലുള്ളത്. ആകെപ്പാടെ ഏതോ പൂരത്തിന് വന്നതുപോലെ. പിന്നിൽ ആരോ കൈകൊട്ടുന്നത് പോലെ തോന്നിയിട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ബംഗ്ലാവിൻ്റെ അകത്തു നിന്നും ദേവൻ ഇറങ്ങി വരുന്നു. ദേവു അവനെ കണ്ട് മുഖം വീർപ്പിച്ചു. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടി. തുടരും. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ സ്റ്റോറിയാണെന്ന്. ഇനിയും വരുന്നുണ്ട്. അടിപൊളിയാട്ടോ.